യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി പ്രിയ കലാസ്നേഹികളെ, പ്രിയ കലാസ്നേഹികളെ, തിരുവനന്തപുരം ഓയാസിന്റെ 12ാമത്തെ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ഫോണ 1 നമ്പർ. ഫോൺ മാനിയെ ബാധിച്ച ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നു. ആരെങ്കിലും എത്തുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. നീയാ? നിന്നോടാരാണ് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞത്? ഞാൻ വീട്ടിലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ല അത് ഇങ്ങോട്ട് കോൾ ചെയ്യരുതെന്ന്. ഇവിടെ വൈഫൈ ഉണ്ട്. അതല്ല, എന്റെ വൈഫിന്റെ എന്റെ പുറകിലാണ്. അവൾ എങ്ങാനും കണ്ടുപിടിച്ചാലുണ്ടല്ല എന്റെ ഡിസ്പ്ലേ ഇളക്കി ദൂരെ കളയോള്. അത്രക്ക് ബില്ലത്തിയാണോള്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓ, അപ്പോഴേക്കും വലിച്ചങ്ങ് തീർത്ത്. ഒരു സിഗരറ്റിന് വില എന്താണെന്നറിയാം, നശിപ്പിക്കാനായിട്ട്. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. ഏത് ലൈനാ വിളിച്ചത്? നിങ്ങളോടാ ചോദിച്ചത്, ഏത് ലൈനാ വിളിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാ ആ ഫ്ലൈറ്റ് മോഡിലാക്കി സൈലന്റ് ആയിട്ട് ഇരുന്നോളും. നിങ്ങളോടാ ചോദിച്ചത്, ഒന്ന് പറ. ശ്രീ, നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ഏത് ഓൺലൈനാണ് വിളിച്ചതെന്ന്. അതൊരു മിസ് കോൾ ആയിരുന്നു. ഓ, മിസ്സാണോ അതോ ഏതെങ്കിലും മിസ്സിസ് ആണോ? നിനക്കെന്താ ജിപേ പിടിച്ചോ? നിങ്ങൾ വലിയ സ്മാർട്ട് ഫോൺ ആവണ്ട. നിങ്ങളുടെ ഫോണിലേക്ക് ആരാ വിളിച്ചെന്നേ ഞാൻ ജെമിനി ആപ്പിനോട് ചോദിച്ചോളാം. എന്റെ ശ്രീ, നീ എന്റെ മൈഫോൺ അല്ലേടി? നിനക്കറിയാമോ, എന്റെ മനസ്സിൽ ഒരു പാറ്റേൺ ലോക്ക് വിട്ട് ഞാൻ ലോക്ക് ചെയ്ത് വെക്കാറില്ല. അതെപ്പോഴും തുറന്നു കിടക്കും. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും ഇറങ്ങി പോകാം. അപ്പൊ നിങ്ങൾ ശരിക്കും ട്രൂ കോളർ ആണല്ലേ? 100%. എങ്കിൽ പറ, ആരാ വിളിച്ചതെന്ന്. അതാ സ്ക്രീൻ സേവറിന്റെ ഭാര്യ ഗാലക്സി. എന്തിനു വിളിച്ചു? അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ റീല് ഞാൻ ഷെയർ ചെയ്യണോന്ന്. എന്തിനാ അവളുടെ റീലൊക്കെ ലൈക്ക് ചെയ്യുന്നത്? അത് ഞാൻ ലൈക്ക് ചെയ്തില്ലല്ലോ, ഞാൻ അത്രക്കാരനല്ല. പിന്നെ കമന്റ് ചെയ്തു. പെണ്ണുങ്ങൾക്കൊക്കെ കമന്റ് ചെയ്യല്ലേ? ഓ, എന്തൊരു കൃത്യസമയത്ത് നിന്റെ ആങ്ങള എന്റെ അളിയന്റെ ഇൻകമിംഗ് ഉണ്ടല്ലോ. ഭാഗ്യം, നിന്റെ പല്ലെന്താടാ പല കളറിലിരിക്കുന്നേ? ഞാൻ മരുന്ന് വിളിച്ചേ, കുറച്ച് ഞാവൽപ്പഴം കഴിച്ചു. അപ്പോൾ പല്ല് മുഴുവൻ ബ്ലൂടൂത്ത് ആയി. അളിയ, ആ ബ്ലൂടൂത്ത് ഡിവൈസിന്റെ നെയിം ഒന്ന് പറയണേ. അളിയനാ ഡിവൈസ് ഓപ്പൺ ചെയ്യാനായിരിക്കും. അതെ. അല്ല, നിന്റെ കയ്യിൽ സെറ്റിന്റെ ആപ്പിൾ ആണോ? ഇല്ല, ഇത് ആപ്പിളിന്റെ സെറ്റാണ്. അപ്പോളേ, ഞാൻ വന്നപ്പോ പോലും ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. വീടിന്റെ പരിസരങ്ങളിലെ ചില ലൈറ്റുകളുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞു കിടക്കുന്നു. എന്താ അങ്ങനെ? എടാ, സംഭവം എന്താണെന്നറിയാമോ? ആ സൈഡിലെ യൂട്യൂബ് അത് ഇതായി പോയതാണ്, ഫ്യൂസ് ആയി പോയതാണ്. അതൊന്ന് മാറ്റി പുതിയ യൂട്യൂബ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവോ? എടാ, നിന്റെ കാലിലെ ചെളി മൊത്തം ഈ തറയിൽ ഫീഡായി. ആ പുറത്തൊരു ഫോർമാറ്റ് ഇട്ടേക്കുന്ന കണ്ടില്ലേ? അതിൽ തുടച്ചിട്ട് കേറി വന്നുകൂടായിരുന്നോ? എങ്ങനെയാണ് അവൻ പഠിച്ചതല്ലേ പാടുള്ളൂ. അപ്പോളേ, ഇതാണ് യഥാർത്ഥ റിയൽമി, യഥാർത്ഥ ഞാൻ. അപ്പോളെ എന്തോ വയറ് വല്ലാതെ വിശക്കുന്നു. ഗാലറി കാലിയാണ്. മോട്ടറോളയോ? മുട്ടറോള്. ആ മുട്ടറോള് ഓർത്ത് അളിയൻ സ്വപ്നം കണ്ട. അത് മൊത്തം ഞാൻ എന്റെ ഗാലറിക്കുള്ളിലാക്കി. കണ്ണിക്കണ്ട എല്ലാ സാധനവും വാങ്ങിച്ച് തിന്നുന്നോണ്ടാണ് ഈ ഗാലറി എപ്പോഴും കംപ്ലൈന്റ് ആവുന്നത്. കേട്ടോടാ, കഴിഞ്ഞ ആഴ്ച ഇങ്ങേരുടെ ഔട്ട് ഗോയിങ് മൊത്തം
മൊത്തം ലൂസായിരുന്നു. ഞങ്ങൾ ഇമോഷണൽ ആവാതെ. മോഷന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. എങ്ങനെ ഇമോഷണൽ ആവാതിരിക്കും? പിന്നെ എടാ അകത്ത് അപ്പവും വെജിറ്റവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവാ, കുറച്ച് ഇൻസ്റ്റാഗ്രാം ഉപ്പ് ഇട്ട് തട്ടിക്കോ. അപ്പം അപ്പം ഒട്ടും അപ്ഡേറ്റ് ഇല്ലാത്ത അപ്പം ആർക്ക് വേണം? അപ്പം എനിക്ക് വേണം. എന്റെ ഗാലറി ഞാൻ നിറച്ചോളാം. എന്റെ ഗാലറി വേറാ. ശ്രീ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോ ഫോൺ നോക്കരുതെന്ന്. ഇത് കണ്ട, ഉപ്പുമില്ല, മുളകുമില്ല, എരിവുമില്ല, പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കുന്ന പോലെ ഉണ്ട്. അതെ, നിങ്ങൾക്ക് കുടിക്കാൻ തന്ന വെള്ളത്തില് നിങ്ങൾ ഭക്ഷണം മുക്കി കഴിച്ചിട്ട് എന്നെ കുറ്റം പറയണ്ട. ആദ്യം ആ ഫോൺ എടുത്ത് മാറ്റ്. എന്നെ നിലക്ക് നിർത്താൻ വരണ്ട കേട്ടോ. എടി, നിന്നെ നിലക്കിർത്താൻ വലിയ പാടൊന്നുമില്ല. അതേത് മരക്കലത്തേക്കും പറ്റും. അതുകൊണ്ടാണല്ലോ എന്റെ പെങ്ങളെ ഞാൻ അളിയന്റെ ഹാൻഡ് സെറ്റിൽ വെച്ച് തന്നത്. എടാ ഇങ്ങോട്ട് വന്നേ. എന്താ പെങ്ങളെ? നിനക്കൊരു ജീവിതം വേണ്ടേ? അപ്പൊ നിന്റെ ജീവിതമൊക്കെ ഷെയർ ചെയ്ത് സെറ്റ് ആവാൻ ഒരാള് വേണ്ടേ? എടാ, ഇടയ്ക്കൊക്കെ ഈ ഫോണൊന്ന് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെറ്റ് അടിച്ചു പോവും. അതായി പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു പെണ്ണ് കാണാൻ പോയി. അവള് സോഫ്റ്റ്വെയർ ആയിരുന്നു. വയറിലാണോ നോക്കി? അതല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. എടാ അത് വിട്ടേക്ക്, നീ വേറൊരു കല്യാണം കഴിക്ക്. എന്നിട്ട് വേണം നിങ്ങളെ പോലെ ഇങ്ങനെ ജീവിതം മുഴുവൻ ഹാങ്ങായിട്ട് നടക്കാൻ. എന്നെ കൊണ്ട് പറ്റൂല. ജീവിതം അമ്മ അടി പിടിയും ബഹളമൊക്കെ ഉണ്ടാവും. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പൊ തന്നെ ഈ ഫോണൊന്ന് ഹാങ് ആയി, അല്ലെങ്കിൽ ഈ ഫോണിൽ കുഞ്ഞു കുഞ്ഞു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കുഞ്ഞു കംപ്ലൈന്റ് ഒക്കെയാണെങ്കിൽ അതവിടെ തീരും. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണ്. പരസ്പരം അടിപിടി നടക്കുമ്പോ ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മിണ്ടാന്ന് സൈലന്റ് മോഡിൽ 10 മിനിറ്റ് കഴിയുമ്പോ ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീരോടാ. അതല്ലേ ഉള്ളൂ ഇതൊക്കെ. ഓപ്പോളെ അളിയാ, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ഓരോ റൂമിലിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. എപ്പോ നോക്കിയാലും ഈ കുടുംബത്ത് ഫോൺ മാനിയ, ഫോൺ മാനിയ, ഫോൺ മാനിയ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുടുംബമായിട്ട് ഞാൻ ലിങ്ക് ആകുന്നു. എന്റെ കയ്യിലും ഈ ഫോൺ മാനിയാണ് ഇപ്പോ. അറിയാമോ? എടാ, നിനക്കറിയാമോ, മൂത്തവനെ AI പഠിച്ചോണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം അവൻ ഇവളുടെ ഫോട്ടോ രാക്ഷസിയാക്കാനായിട്ട് AI ചെയ്യാൻ കൊടുത്ത്. എന്നിട്ട് പക്ഷെ ശരിയായില്ല. അത് ശരിയാകുന്നത് വേറൊന്നുമല്ല. ഈ ഫോട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ AI ഇങ്ങോട്ട് പറയണേ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാരമില്ല പെങ്ങളെ. എന്റെ വൈഫൈ കട്ടായി. നിങ്ങൾക്ക് വൈഫൈ കിട്ടുന്നുണ്ടോ? അയ്യോ, എന്റെ വൈഫൈയും കട്ടായിട്ടാ. നിന്റെ നോക്കിയടാ. പറഞ്ഞ പോലെ എന്റെ വൈഫൈയും കട്ടായല്ലോ. എന്ത് പറ്റി? അല്ല ശ്രീ, നിന്റെ തെറ്റത്തും തൂറ്റിയതാണ്. അതിന്നാള് വാതിലടിച്ച് മുറിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. അയ്യോ, നിങ്ങളുടെ താടിയൊക്കെ നരച്ചല്ലോ. ബെസ്റ്റ് 2 വർഷമായി നരച്ചിട്ട്. ഇപ്പോഴാണ് നീ ഇത് അറിയണത്. ഈ ഫോണും പിടിച്ചു നടന്നപ്പോ ഓർത്തില്ല. ഇപ്പോഴാണ് കുറെ നാളായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നതല്ലേ. എങ്ങനെ നന്നാകും എന്റെ അളിയാ, ഒന്നും പറയണ്ട. ആരടിയത്? ആരാന്നോ? അത് നമ്മുടെ മോൻ. നിങ്ങൾക്ക് മനസ്സിലായി? ഇത്രയും വലുതായ ആദ്യമൊക്കെ വെച്ച് എനിക്ക് പിടികിട്ടിയില്ല. പിടികിട്ടിയില്ലേ? അപ്പൊ ചെറുതൊന്നുണ്ട്. അതെപ്പോ സംഭവിച്ചു? അറിയില്ലല്ലേ ഒന്നും. ഓർക്കണം, കറണ്ട് പോകുമ്പോൾ പവർ ബാങ്കിൽ ചാർജ് കുത്താൻ പിന്നെ കുത്തുമ്പോൾ ഓർക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നാലും ആരാണ് ഈ വൈഫൈ കട്ടാക്കിയതെന്നാണ് ഞാൻ. ഈ വീട്ടിലെ വൈഫൈ കട്ടാക്കിയത്? അയ്യോ, അമ്മാവൻ. അമ്മാവനാണ് വൈഫൈ കട്ടാക്കിയത്? ഞാനാണ് കട്ടാക്കിയത്. എന്ത് കാര്യത്തിലാണ് അമ്മാവൻ? ഈ വീട് നിലച്ചു പോയി. നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ എത്ര നാളായെന്നറിയോ? മുകളിൽ കയറുന്നു ഇറങ്ങുന്നു, മുകളിൽ കയറുന്നു ഇറങ്ങുന്നു. ആരെങ്കിലും എന്നെ മൈൻഡ് ചെയ്യട്ടെ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കണ്ടേ. എല്ലാവരും ഫോണിൽ തന്നെ, ഫോണിൽ. അതുകൊണ്ടാണ് ഞാൻ വൈഫൈ ഓഫ് ചെയ്തത്. ശരി പറ, അമ്മാവൻ എന്താണ് വേണ്ടത്? കാര്യം പറ. എന്താണ് വേണമെന്നോ? എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ടാണ് 3 ദിവസമായടാ ഇതിന്റെ ചാർജ് തീർന്നിട്ട്. ഇപ്പൊ ഇത് എന്ത് കാര്യത്തിലാണ് ചാർജ് ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാടാ? ഫോണാ 1 നമ്പർ.